അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കുരുവട്ടൂരികൾ വഹാബി ആദർശത്തിലാണുള്ളത്. ഹനീഫ് കായക്കൊടി പഠിപ്പിച്ച ആദർശമാണ് അവർ പ്രചരിപ്പിക്കുന്നത്. അത് ഞാൻ തെളിയിച്ചു തരാം. നേരിട്ട് ഞാനുമായി ഒരു സംവാദത്തിന് തയ്യാറുണ്ടോ എന്ന് പലതവണ വാട്സപ്പിലൂടെ കുരുവട്ടൂരികളെ ഞാൻ വെല്ലുവിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പല ആളുകളും കുരുവട്ടൂരികൾ തന്നെയും അങ്ങനെ കുരുവട്ടൂരികൾക്കൊരു വാദമുണ്ടോ, അവർ വഹാബി ആദർശമാണോ പറയുന്നത്, നിങ്ങളെന്തിനാണ് അവരെ കുറിച്ച് വെറുതെ ഇങ്ങനെ പറയുന്നത്, ഉള്ളത് പറഞ്ഞാൽ പോരെ എന്നോട് പല കുരുവട്ടൂരികളും ചോദിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ നിങ്ങൾ തെളിയിച്ചു തന്നാൽ കുരുവട്ടൂരിസം വലിച്ചെറിയാൻ ഞങ്ങൾ തയ്യാറാണെന്ന് പലരും എന്നോട് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഞാൻ ഉള്ളതേ പറയൂ, പറഞ്ഞത് സത്യമാണ്. ഇവർക്ക് വഹാബി ആദർശം തന്നെയാണ്. ഹനീഫ് കായക്കൊടിയുമായി ചായ സൽക്കാരം നടത്തിയപ്പോൾ കിട്ടിയ ആദർശമാണിപ്പോൾ അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, അല്ലാതെ സുന്നി ആദർശമല്ല. അതിനിവര് നേരിട്ടൊരു സംവാദത്തിന് തയ്യാറാണെങ്കിൽ ഞാൻ തെളിയിച്ചു തരാം എന്ന് പറഞ്ഞു. പക്ഷേ ഇതുവരെ ഞാനുമായി ഒരു നേരിട്ടുള്ള സംവാദത്തിന് അവർക്ക് ധൈര്യമുണ്ടായിട്ടില്ല. അതിനുള്ള നട്ടൽ അവർക്കുണ്ടായിട്ടില്ല. കാരണം അവർക്കറിയാം അവരുടെ ആദർശം വഹാബി ആദർശമാണെന്ന്. വഹാബികളിൽ നിന്ന് അച്ചാരം വാങ്ങിക്കൊണ്ടാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നതും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നതുമെന്ന്. അതുകൊണ്ട് തന്നെ അവർ സംവാദത്തിന് തയ്യാറായില്ലെങ്കിലും വഹാബി ആദർശം ഓരോന്നോരോന്നായി പുറത്തിറക്കിക്കൊണ്ടിരിക്കുകയാണ്. നബിദിനാഘോഷം ഫാഖിഹാനി ഇമാമ് എതിർത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഫാഖിഹാനി ഇമാമ് പറഞ്ഞത് ഞങ്ങൾ അംഗീകരിക്കുന്നു എന്നാണ് കുരുവട്ടൂരികൾ പറയുന്നത്. ആദ്യം നമുക്കതൊന്ന് കേട്ടു നോക്കാം. നബിദിനാഘോഷം വരുമ്പോൾ ഒരു ദാരിമി വരണം, പാനൽ ഡിസ്കഷൻ നടത്തണം, ഫാഖിഹാനിയുടെ കൗല് പറയണം. ഫാഖിഹാനി വഹാബിയാണോ എന്ന് നിങ്ങൾ ചോദിച്ചോളൂ. നബിദിനാഘോഷത്തെ വിമർശിക്കുന്നവർ വഹാബികളാണെന്ന് ദാരിമി പ്രസംഗിക്കാറുണ്ടല്ലോ. നബിദിനാഘോഷത്തെ വിമർശിച്ച ഒരു പണ്ഡിതനാണ് ഇമാം ഫാഖിഹാനി. ഇമാം ഫാഖിഹാനിയെ വഹാബിയാക്കുന്നു എന്ന് പറഞ്ഞ് നിലവിളിച്ച് നിങ്ങൾ ഫാഖിഹാനിയെ പിന്തുണച്ച് ഇറങ്ങിക്കോളൂ. എന്താ അവിടെ ഒന്നും നിങ്ങൾക്കൊരു പ്രത്യേകമായ ചിന്തയില്ലാത്ത ഈ സ്വപ്നത്തിന്റെ വിഷയത്തിൽ മാത്രം ഒരു ഉസൂലാണോ? ഇമാം ഫാഖിഹാനി റളിയല്ലാഹു അൻഹു ഈ വിഷയം പറഞ്ഞത് മഹാനായ ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു ഗണ്ണിച്ചതും നമുക്കൊക്കെ അറിയാം. മാത്രവുമല്ല വിശുദ്ധ ഖുർആനും ഹദീസും നബിദിനാഘോഷത്തിന് രേഖയാണ്. ഞാൻ വിശദീകരിക്കുന്നില്ല, നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. ഇവർ പതിയെ പതിയെ നബിദിനാഘോഷത്തിൽ നിന്ന് അകറ്റി നിർത്തി നബിദിനാഘോഷം ബിദ്അത്തോ ശിർക്കോ ആക്കാനുള്ള വഹാബി തന്ത്രത്തിലേക്കാണ് ഇവർ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി നമുക്ക് ഖുതുബ പരിഭാഷയെ പറ്റി പറയുന്നത് എന്താണെന്ന് കേട്ടു നോക്കാം. വഹാബികൾ പോലും പറയുന്നത് അവർ ബുദ്ധി കൊണ്ട് ചിന്തിച്ചുണ്ടാക്കിയതാണ് ഖുതുബ പരിഭാഷ. എന്താ ബുദ്ധി ഉപയോഗിക്കണം? ജുമാ ഖുതുബ മലയാളത്തിലല്ല നടത്തല്. ഒരു ഹദീസ് തരിങ്ങൾ ജുമാ ഖുതുബ മലയാളത്തിൽ നടത്തണമെന്നില്ല. ഖുർആൻ ആയത്ത് തരി. എവിടെ ജുമാ ഖുതുബ മലയാളത്തിൽ നടത്തണമെന്ന് കിട്ടിയത്? ബുദ്ധി ഉപയോഗിച്ചതാ. ജുമാ ഖുതുബ ഉപദേശമാണ്. ഉപദേശം അത് ജനങ്ങൾക്ക് മനസ്സിലാകുന്ന ഭാഷയിലായിരിക്കണം. എന്താ ഉപയോഗിച്ചത്? മൂടോട് ചിന്തിച്ചാല് താനോട് ചിന്തിച്ചതാ. ബുദ്ധി ഉപയോഗിച്ചു. ആലോചിച്ചു നിങ്ങൾ. അല്ലാതെ ഹദീസിലോ ഖുർആനിലോ ഖുതുബ പരിഭാഷപ്പെടുത്താൻ പറയുന്നില്ല. ഒരു ഇമാമിങ്ങളും ഒരു പ്രമാണത്തിലും ഖുതുബ പരിഭാഷ നടത്താമെന്ന് പറഞ്ഞിട്ടില്ല. പറയാത്തൊരു സംഗതി പറഞ്ഞു എന്ന് വരുത്തി തീർത്തുകൊണ്ട് ഖുതുബ പരിഭാഷപ്പെടുത്താനുള്ള തന്ത്രമാണ് വഹാബികളോട് അച്ചാരം വാങ്ങിക്കൊണ്ട് ഈ കുരുവട്ടൂരികൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇനി ഖുതുബ പരിഭാഷ പറയണം ദാരിമി നിങ്ങൾ. എന്താണ് ഖുതുബ പരിഭാഷയുടെ ഹുക്മ്? അത് പറ്റുമെന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ടോ? ഇല്ലേ? നമ്മൾ സുന്നികളുടെ നിലപാട് ശരിയാണോ? അല്ലേ? വഹാബികളും കുരുവട്ടൂരികളും ഒരു നാണയത്തിന്റെ
ഇരുവശങ്ങളാണ്. തുടക്കം അങ്ങനെ തന്നെയാണ്. ഇത് ജനനവും കഥയൊക്കെ അവിടുന്ന് അങ്ങനെ തന്നെയാണ് തുടക്കം. അങ്ങനെ വന്ന് അതിന്റെ തുടക്കത്തിലേ വരുന്നതാണ്. അതിന്റെ പേര് ഇസ്ലാം. ഉമ്മ വയറ്റിലുള്ള സമയത്ത് തന്നെ എനിക്ക് അങ്ങനെ പറയുന്ന ഉള്ള സമയത്ത് തന്നെ ഖുർആൻ ഓതുന്ന ഇങ്ങനെ കേൾക്കായിരുന്നു. വയറ്റിൽ അങ്ങനെ ഉമ്മ പറയും വയറ്റിൽ ഖുർആൻ ഓതുന്നു. പിന്നെ വയറ്റിൽ തന്നെ ആയ സമയം 4 മാസം കഴിഞ്ഞത് മുതൽ കിടന്നു കഴിഞ്ഞാൽ 4 ആൾക്കാരുണ്ട്. നിൽക്കായിരുന്നു ഇതുവരെ. അത് സമയമാണ് ജുസു, കാലൽ മലഹു ജുസു, ഒമയ്യപ്പനും ജുസു. ഈ 3 ജുസു ഞാൻ പഠിച്ചിട്ടില്ല. അപ്പോ ഞാൻ ഈ ഓതി കൊടുക്കുന്ന സമയത്ത് ഇങ്ങനെ അയച്ചപ്പം എനിക്ക് ശരിക്കും അങ്ങനെ ഓർമ്മയൊന്നുമില്ല. എന്നാലും എനിക്ക് ഓർമ്മയുണ്ട് ഞാൻ എവിടെയോ ഇരുന്ന് ഒമയ്യപ്പനും ഇന്നലെ ഓതിയിരുന്നു. ഒരു ഇരുട്ടുള്ള റൂമായിരുന്നു. അപ്പൊ ഞാൻ എന്റെ ടീച്ചറോട് ക്ലാസ്സിനോട് അന്ന് ഇങ്ങനെ ചോദിച്ചു. അങ്ങനെ ഞാൻ ഇരുട്ടുള്ള റൂമിൽ ഇങ്ങനെ കാരങ്ങളും ജുസുവും ഒമയ്യപ്പനും ജുസുവും ഓതിയതായിട്ട് ഓർക്കുന്നു. ഇപ്പൊ ഓതി കൊടുക്കുമ്പോട്ട് അത് ഞാൻ പാടാക്കാതെ ഇരുന്നു. അല്ല ഇപ്പോഴുള്ള കഥ അങ്ങനെ തന്നെ. ഞാൻ തീരെ ഓതി വെക്കില്ല. അങ്ങനെ ഇരിക്കയില്ല. എല്ലാവരും കത്തറങ്ങി ഇങ്ങനെ ഇരിക്കും. എന്റെ അടുത്തുള്ള ഞങ്ങൾ എണീച്ച് പോകുമ്പോഴാണ് ഞാൻ തുറന്നിട്ട് എന്നിട്ട് 4-5 പേജ് പോയി കൊടുക്കുകയും അങ്ങനെ ഒമയ്യപ്പനത്തും കാരൽ മലവും അത് സമയം ഇത് ഞാൻ തീരെ ഓതി പഠിക്കേണ്ടതില്ല. ഞാൻ എവിടുന്നോ പഠിച്ചിരുന്നു. അതുകൊണ്ടൊക്കെ അത് ഉമ്മാന്റെ വയറ്റിലിരുന്നപ്പം പഠിച്ചതാണ്. അത് ഈ അൽക്കോവിന് ഞങ്ങളായിട്ട് വരുന്ന ലിസ്റ്റാണ് ആദ്യമേ തയ്യാറാകുന്ന ലിസ്റ്റായിട്ട്. അത് പിന്നെ അതിനകത്തുനിന്ന് അങ്ങനെ വരുന്നതാണ്. അപ്പൊ പിന്നെ ഉമ്മ വാപ്പാന്റെ അടുത്ത് പിന്നെ ശിവനെ വടവ് എഴുതിച്ചിട്ടുള്ളപ്പോൾ കുട്ടികളായപ്പോ അവിടെ കൊണ്ടുപോയി ശിവനെ പേരിച്ചു. ശിവനാന്റെ അടുത്ത് തന്നെ കുറച്ച് ദിവസം നിൽക്കാൻ വേണ്ടി പറഞ്ഞു. അങ്ങനെ 3 മാസം അവിടെ തന്നെ ശിവനെ ഒപ്പാപ്പായി നടന്നു. അപ്പോൾ അങ്ങനെയൊക്കെ ചരിത്രം. അങ്ങനെ പോന്ന് പിന്നെ ചെറുപ്പത്തിലായി. പിന്നെ കുറച്ച് കഴിഞ്ഞാൽ മർക്കത്തിൽ പഠിക്കുന്നതിന്റെ കുറച്ച് മുമ്പാണ് എന്റെ വീട്ടില് ഞങ്ങളൊന്ന് മഹീദിമാരുടെ വീട്ടിൽ കൊണ്ടേറ്റില്ല. എല്ലുകൊണ്ടിരിക്കുമ്പോ ഒരാള് വലിയ പ്രായമാണ്. ആരോടും പറയുന്ന എനിക്കൊന്നും ഉണ്ടാവില്ല. അങ്ങനെ അറിയാൻ ചോദിച്ചുകൊണ്ട് ഞാൻ പറയാം. അല്ല ആ ആളെ ഞാനിങ്ങനെ ഉറക്കത്ത് കാണാറുണ്ട്. ആ ആളെ ഞാനിങ്ങനെ ഉറക്കത്ത് കാണാറുണ്ട്. ഇടക്കിടക്ക് ഔസുല്ലാമമാണെന്നും കാണാറുണ്ട്. അന്ന് ഞാൻ റസൂലുള്ളാഹിനെ സ്വപ്നത്തിൽ കാണും. അതങ്ങനെ ഇടക്കിടക്ക് ഇങ്ങനെ കാണും. തുടരെയായിട്ട് എല്ലാ ആഴ്ചയും കണ്ടുവന്ന് 13-ാമത്തെ വയസ്സുണ്ട്. 8 വയസ്സിലൊക്കെ എനിക്ക് ഓർമ്മയുണ്ട് ഇങ്ങനെ ഇടക്കിടക്ക് ഞാൻ കാണുന്നത്. അങ്ങനെ ഒരു ദിവസം വന്നു. ഈ ആള് വന്നു. വാപ്പനെ മുമ്പ് എല്ലാവരും ഉണ്ട്. അന്നെന്റെ വീട്ടിൽ കരണ്ടൊന്നുമില്ല. ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ട് അവരെല്ലാവരും കാണുന്നുണ്ട്. ഒരാള് വരുന്നത് വലിയൊരു എവിടുന്ന വന്നവരില്ല വലിയ എന്തൊക്കെ ഇട്ടൊരു മനുഷ്യൻ. ഞാൻ പിടിച്ച് ഞാൻ കൊണ്ടുവന്നു. ഞാൻ ചെറുത്തമാണ്. സംഗീതമൊക്കെ ആയിട്ട് പ്രായപൂർത്തിയായില്ല. അതിനോട് ചോദിച്ചിട്ട് വാപ്പനോടും ഇവനോടും ചോദിച്ചു. ഇവനെ ഞങ്ങൾ കൊണ്ടോട്ടെ. അർത്തോമിലെ എന്റെ പേര് എഴുതപ്പെട്ടതാണ് മുൻപ്. അതുകൊണ്ട് ഇവനെ ഹറാമിലേക്കൊന്നും പോകാൻ പാടില്ല. അതിന് തെർബിയത്ത് ചെയ്യേണ്ട ഇവനെ ഏറ്റെടുക്കണം. നിങ്ങളുടെ സമ്മതം വേണം. സമ്മതമാണ് അവനെ കൊണ്ടോട്ടെ. ഉമ്മ പറഞ്ഞ അമ്പിയാവുലിയാക്കന്മാർക്ക് അവനെ ഞാൻ വിട്ടുകൊടുത്തു. ഞങ്ങൾ വിട്ടുകൊടുത്തതാണ്. അത് പണ്ടേ ഓരോ വർത്താനുണ്ടല്ലോ. ഉമ്മയും വാപ്പമാരൊക്കെ അമ്പിയാവുലിയാക്കന്മാരൊക്കെ ഞങ്ങൾ ഏൽപ്പിച്ചു കൊടുത്തു. വാപ്പ പറഞ്ഞ എല്ലാം വടവൂരിനെ ഏൽപ്പിച്ചതാണ് എന്നും ഞങ്ങൾ വരെ കൊണ്ടുപോകാണെന്ന് പറഞ്ഞു. വീട്ടിൽ നിന്ന് എല്ലാവരും മുമ്പൊന്ന് കൈ പിടിച്ചിറങ്ങി. എല്ലാവരും എന്റെ പിന്നിലെ ഇറങ്ങുന്നു. ഇയാളിന്റെ കയ്യിന്റെ ഈ 2 മണിക്കൂർ ഈ ഭാഗം കൊണ്ട് പിടിച്ചത് എനിക്ക് ഓർമ്മ. അത് കൂടി വേറെ ഒരുപാട് ആൾക്കാരെ പിടിച്ചതോട് വീട്ടിന്റെ കണ്ണങ്ങ്. പിന്നെ ഈ കാറ്റിന്റെ സൗണ്ടാണ് സൗണ്ട്. പിന്നെ അവിടുന്ന് ഞാൻ ഹൈബായി. അങ്ങനെ ഞാൻ വന്ന് പിന്നെ അവിടെ വലിയൊരു ലോകമാണ്. വേറൊരു ലോകത്താണ് എത്തുന്നത്. ഒരു പഴയ പൊട്ടിപ്പൊളിഞ്ഞൊരു ഹൗസ് അവിടെ ഉതെടുക്കാൻ വേണ്ടി പറഞ്ഞു. അങ്ങനെ വന്നു. പിന്നെ ഞാനന്ന് മതിയെടുത്ത് എവിടെയും പോയിട്ടില്ലല്ലോ. ഒന്നും എനിക്കറിയില്ല. അങ്ങനെ ചെന്ന് ഇവര് ബഗ്ദാദിൽ ഹൗസുല്ലാമിന്റെ അടുത്ത് നമുക്ക് പുറത്ത് നോക്കുമ്പോൾ ഖബറ് സാഹിബിന്റെ ഖബറുണ്ടല്ലോ. 22 കിലോമീറ്റർ ആഴത്തിലും 22 കിലോമീറ്റർ 20 കിലോമീറ്റർ വീതിയിലുമാണ് അവിടുത്തെ കൊട്ടാരം റൗള. അത്രയും വലിയ റൗളകളാണ് ഓരോ മഹാന്മാർക്ക് റൗള. ഇത് ഈ റൗളന്റെ ഉള്ളിൽ പോകാൻ മഹാശേഖൊക്കെ വഫാത്തായ ശേഷം ഞാൻ അവിടെ എത്തുന്നത്. അല്ലാതെ അന്നില്ലാത്തതുകൊണ്ട് ഇത് പോകാൻ കഴിഞ്ഞിട്ടില്ല. അതുപോലെ ഓരോ മഹാന്മാരെയും ഖബറിന്റെ അവസ്ഥ. അതിലാണ് ഇവരെ ആരും ബഗ്ദാദിൽ ഔസുല്ലാമിന്റെ ഖബറിന്റെ ഉള്ളിലേക്ക് അവിടെ കൊണ്ടുപോയി. പോയി അതിന്റെ ഉള്ളിലിരുത്തി അവിടെ കുറച്ച് ഖുർആൻ ഓതാൻ വേണ്ടി പറഞ്ഞു. അതാണ് ഇപ്പൊ കുറച്ച് ഖുർആൻ പിന്നെ അവിടുന്ന് കൊണ്ടുവന്ന് വലിയ ഇതാണ് വലിയ കൊണ്ടുവന്ന് സുൽമാൻ റൗദം വരുത്തും.
അന്ന് അവിടെ നിന്ന് സംസാരിക്കും. അപ്പൊ ഇയാളിങ്ങനെ ഇരുന്നിട്ട് നേരെ റൗദയിലേക്ക് ഇരുന്നിട്ട് ഇങ്ങനെ നിങ്ങളിന്റെ കൂടെ വരികയാണെങ്കിൽ ഏതേ മക്കാമ് പോവുകയാണെങ്കിൽ സംസാരിക്കുകയാണെങ്കിൽ ശരിക്ക് കേൾക്കാം. അവറിനുള്ളിൽ സംസാരിക്കുന്നതുകൊണ്ട് ഇയാളുണ്ടായിരുന്നു കേട്ടപ്പോ ഇയാളുണ്ടായിരുന്നു അല്ലേ? അവറിന്റെ ഉള്ളിൽ നിന്ന് 2 ദിവസം അവറിന്റെ അടുത്തിരുന്നാ ശരിക്ക് കേൾക്കാം സംസാരിക്കുന്ന. അപ്പൊ അങ്ങനെ അവർ കേട്ടണോ? പറയുന്നത് കേട്ടണില്ല. അപ്പൊ അങ്ങനെ അനിയാന്ന് ഞാൻ അവിടെ പോയ സമയത്ത് അല്ലാതെ എന്റെ കൂടെ ഉള്ള ഉസ്താനൊക്കെ അറിയാം. ഉസ്താനിന്റെ എല്ലാ കഥയും അറിയാം. ചെറുപ്പത്തിലെ അറിയാം. ഉസ്താനെ പോരാനാ ഞാൻ 4 കൊല്ലം തിന്നത്. അവിടെ ചെലവ് കൂടിച്ചു. അങ്ങനെ അവിടെ ചെന്ന് അവിടെ ഇരുന്ന് അന്ന് എനിക്കൊന്നും അറിയാത്ത കാലമാണ്. ഞാൻ അങ്ങനെ വിറയ്ക്കാണ് ഈ മഹാന്റെ അടുത്ത് ഇരുന്നിട്ട്. എനിക്ക് ആദ്യം ജീവിതത്തിൽ അപ്പൊ നിന്റെ ഉമ്മയും വാപ്പയും ഭയങ്കര കച്ചറായി കൂട്ടി. ഈ അല്ലേ ആർക്കും വിട്ടുകൊടുത്തു പറഞ്ഞു. നിങ്ങളല്ലേ പറഞ്ഞേ ഇന്നലോട്ട് കൊണ്ടുപോയിട്ടുണ്ടാവും എന്നുള്ളത്. അവിടെ ലോക കച്ചറ വലിയ മറ്റേ ക്ലാസ് ലൈറ്റൊക്കെ കാറ്റടിച്ച് കത്തിച്ച് അതെല്ലാം കത്തിച്ച് എല്ലാവരും ലോക തെരയല്ല. നാട്ടിലൊക്കെ പള്ളിയിലും മദ്രസയിലും സ്കൂളിലും എല്ലാവരും തെരയാം. ഫുള്ളായിട്ട് എല്ലാവരും നാട്ടുകാരൊക്കെ ഇറങ്ങിയിട്ട് തെരയാം. അതിലെല്ലാവരും കച്ചറ. 1.5 മണിക്കൂർ ആ ഒരു അനുഭവം പറയുന്നത്. എനിക്ക് 4-5 ദിവസത്തെ ദൈർഘ്യത്തിലുള്ള കാര്യങ്ങൾ എനിക്ക് അന്നേരം നടന്നിട്ട്. അതുകൊണ്ട് ഇവരിങ്ങനെ എന്തോ സുൽമാനോട് പറഞ്ഞു റൗദം നിർത്തിയിരുന്നിട്ട് ഈ ആളിങ്ങനെ സംസാരിക്കും. അതെന്തോ എഴുതുന്നുണ്ട്. എന്നെങ്ങനെ പിടിച്ചിട്ട് അവരിങ്ങനെ നെല്ലിലേക്ക് ഇങ്ങനെ അടുപ്പിച്ചു. അങ്ങനെ അടുപ്പിച്ച സമയത്ത് ഞാൻ എന്റെ നേരെ കണ്ടുപോകുന്ന റൗദനെ അപ്പൊ ഹബീബിനെ ശരിക്ക് കാണുക. അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു വലിയ നൂറാനിയൊക്കെ ഇങ്ങനെ വരുന്നതിന്റെ അടുത്ത് ഇങ്ങനെ ഒരാൾ അങ്ങനെ ഇരുന്നിട്ട് തിരിക്കുന്നതായിട്ട് എന്തോന്ന് കൈ ഇങ്ങനെ. അപ്പൊക്കെ പിന്നെ അവര് എന്നെ മാറ്റുകയും ചെയ്തു. ഇവരെ കണക്ഷൻ അങ്ങ് പോയപ്പോ പിന്നെ ഒന്നും കാണില്ല. അതിങ്ങനെ കറക്റ്റ് തട്ടിയപ്പോ കണ്ടതാണ്. അവര് തട്ടല് വിട്ട് കാണില്ല. അവിടുന്ന് എന്റെ തുടങ്ങുന്ന അവിടുന്ന് എന്തിന് ഇത് സൂറത്ത് ഷെയ്ത്താന്റെ സൂറത്തിന് എന്ത് വരാൻ പാടില്ല, ഒന്നും ഉണ്ടാവാൻ പാടില്ലല്ലോ. അതിനത് അവിടെ അസൂല് ഉറപ്പിക്കണം. അവിടുന്നാണ് തുടങ്ങി. പിന്നെ ഓരോ മഹാന്മാര് പിന്നെ ജംഗൽ ഷെയ്ഖ് എന്ന് പറഞ്ഞ ഷെയ്ഖ് അന്ന് തെർബീയത്ത് ചെയ്തു. പിന്നെ അവര് വഫാത്തായി. പിന്നെ അതിന് ശേഷം ഇത്തരം വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഞങ്ങളുടെ ചാനൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ജനങ്ങളിലേക്ക് എത്തിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന വാർത്തകളും വിശേഷങ്ങളും പ്രമുഖരുടെ പ്രഭാഷണങ്ങളും ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക. നന്മ വളരട്ടെ, തിന്മക്കെതിരെ നമുക്കൊരുമിച്ച് നിൽക്കാം.